ഹലോ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഐ ക്യൂവിനെ പറ്റിയിട്ടാണ്. ഐ ക്യൂവിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഐ ക്യൂവിൻ്റെ റേഞ്ച് ഇത്ര വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ വരുന്നവരെ എന്ത് പേരിലാണ് വിളിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഐ ക്യൂ മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. ഐ ക്യൂ 140 ആൻഡ് എബവ് 140 അതിൻ്റെ മുകളിൽ ഉള്ളവരെ നമ്മൾ വെരി സുപ്പീരിയർ ഓർ ജീനിയസ് എന്നാണ് വിളിക്കുക. 140 അതിൻ്റെ മുകളിലും 140 ആൻഡ് എബവ് ഉള്ളവരെ നമ്മൾ വെരി സുപ്പീരിയർ ഓർ ജീനിയസ് എന്ന് പറയും. ഇനി 120 മുതൽ 139 വരെയുള്ളവരെ നമ്മൾ സുപ്പീരിയർ എന്നാണ് പറയുക. 120 120 to 139 സുപ്പീരിയർ എന്നാണ് പറയുക. ഇനി 110 to 119 ഹൈ ആവറേജ് എന്നാണ് പറയുക. ഹൈ ആവറേജ് 110 മുതൽ 119 വരെയുള്ളവരെ ഹൈ ആവറേജ് എന്നാണ് പറയുക. 90 to 109 90 തൊട്ട് 109 വരെയുള്ളവരെ നമ്മൾ ആവറേജ് എന്നാണ് പറയുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഐ ക്യൂ 100 ആണെങ്കിൽ അവരെ എന്താണ് വിളിക്കുക എന്ന്, ആവറേജ് എന്നാണ് പറയുക. 80 to 89 ലോ ആവറേജ് എന്നാണ് പറയുക. 80 to 89 ലോ ആവറേജ്. 70 to 79 ബോർഡർ ലൈൻ. 70 മുതൽ 79 വരെയുള്ളവരെ ബോർഡർ ലൈൻ എന്നാണ് പറയുക. ബിലോ 70 70 താഴെയുള്ളവരെ നമ്മൾ പറയും ഇൻ്റലക്ച്വൽ ഡിസെബിലിറ്റി എന്നാണ് പറയുക. ഇൻ്റലക്ച്വൽ ഡിസെബിലിറ്റി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം, നമുക്ക് താഴെ നിന്ന് പോകാം. ബിലോ 70 70 കുറവുള്ളവരെ നമ്മൾ ഇൻ്റലക്ച്വൽ ഡിസെബിലിറ്റി എന്ന് പറയും. 70 മുതൽ 79 വരെയുള്ളവരെ നമ്മൾ ബോർഡർ ലൈനിൽ നിൽക്കുന്നവർ എന്നാണ് പറയുക. 80 to 89 വരെയുള്ളവരെ ലോ ആവറേജ് ആണ്. 90 to 109 വരെയുള്ളവർ ആവറേജ്. 110 to 119 ഈസ് ഹൈ ആവറേജ്. 120 to 139 ഈസ് സുപ്പീരിയർ. ദെൻ 140 എബവ് 140 പ്ലസ് ഉള്ളവരെ നമ്മൾ വെരി സുപ്പീരിയർ ഓർ ജീനിയസ് എന്ന് വിളിക്കും.